ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റ് വീട്ടിലെത്തിയായിരുന്നു, നല്ലോണം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ രാവിലെ ഇവിടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ലാൻസറാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യണം. അതിൽ ഓൾറെഡി ഒരു സ്റ്റിയറിംഗ് ഉണ്ട്, പക്ഷേ നമുക്കൊരു സ്റ്റിയറിംഗ് വേണം. അപ്പോൾ ആ സ്റ്റിയറിംഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റിയറിംഗ്. അപ്പം എനിക്ക് ബ്ലാക്കാണ് പൊതുവെ ഇഷ്ടപ്പെട്ടത്. ഇതിൽ ഓൾറെഡി റെഡ് ഒരു സ്പാർക്കർ തന്നെ റെഡ് ആണ് വന്നേക്കുന്നത് അതിലും. പിന്നെ അതിലെ നോബ് ഊരി മാറ്റിയിട്ടുണ്ട്. സ്റ്റോക്ക് സാധനം പെയിൻറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡും പിന്നെ സ്പോയിലറും ചെറിയൊരു ബോൾട്ട് ലൂസാണ്, അപ്പോൾ ആ ബോൾട്ടും ശരിയാക്കണം. പിന്നെ എന്താ വെച്ചാൽ വണ്ടി ജസ്റ്റ് ഒന്ന് മെക്കാനിക്കിനെ കാണിച്ചു നോക്കണം. എന്തെങ്കിലും വേറെ നമ്മൾ 350 കിലോമീറ്റർ ഓടിച്ചിട്ടും വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ ചോദിച്ചിട്ട് ഇതിൻ്റെ അത് എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, മറ്റേ എയർ ഫിൽറ്റർ, ക്രോസ് ബാർ, അത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റർ മുമ്പ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അവർ മാറ്റിയതാണ്. അപ്പോൾ നമുക്കത് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. മഹേഷ് ചേട്ടനാണ് നല്ല കൂടുതലും വണ്ടി ഓടിച്ച്. മഹേഷ് ചേട്ടൻ പറയും എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് വേണ്ടത്, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്യാൻ പോണത്, കാര്യങ്ങളൊക്കെ മഹേഷ് ചേട്ടൻ പറയും. അപ്പോൾ മഹേഷ് ചേട്ടാ പറ. വണ്ടി ഓടിച്ച് വന്നിട്ട് യാതൊരു കംപ്ലൈൻ്റ് ഇല്ല. ഇത്രയും ദൂരം നമ്മൾ ഒറ്റ സ്റ്റെപ്പിലാണ് വന്നത്. ഇടയ്ക്ക് ഒരേ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ മാത്രം നമ്മൾ നിർത്തിയുള്ളൂ, വേറെ ഒരിടത്ത് നമ്മൾ നിർത്തിയൊന്നുമില്ല. പക്ഷേ ഇവിടെ വരെ എത്തിയിട്ട് വേറെ അറപ്പോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. വണ്ടി ഫുൾ കണ്ടീഷനാണ്. പിന്നെ ഹീറ്റിങ്ങോ ഒന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ്, 1-2 ഐറ്റംസ് മാറാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ RGB ലൈറ്റും നമ്മളിന്ന് മാറുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ മാറുന്ന വീഡിയോസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം കയറി നോക്കുക. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്നലെ കൊണ്ടുവന്നിട്ട് നമ്മൾ ജസ്റ്റ് മെക്കാനിക്കൽ കാണിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പിന്നെ ജസ്റ്റ് RGB ലൈറ്റും സ്പോയിലറും നട്ടൊക്കെ ഒന്ന് ലൂസാണ്, അതൊക്കെ ടൈറ്റായാൽ മാത്രമേ നമ്മൾ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാം. ഓക്കെ.